ലച്ചുവിന്റെ ടീച്ചർ പറഞ്ഞിട്ടേ ലച്ചു ഇത് നട്ടതാണ്. ലച്ചുവിന്റെ ടീച്ചർ പറഞ്ഞിട്ടേ ഒരു ഇത് നട്ടതാണ്. നമ്മുടെ ചെറുപയറില്ലേ, നോക്കിയേ ഇത്രയായി. ഇത് എന്താ ചെയ്യാ? ടീച്ചർ പറഞ്ഞ 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചാലാന്നാ പറഞ്ഞേക്കണത്. അത്രയൊക്കെ നിക്കൂ. ഇതിന് കമ്പൊക്കെ വെച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറയണായിരുന്നു ലച്ചുവിനോട്, നമുക്കിത് മുട്ടയുടെ ഒപ്പൊക്കെ അങ്ങോട്ട് തോരൻ വെച്ചാലാടി എന്ന് പറയണായിരുന്നു. കാരണം ഇതിപ്പോ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. ഞാൻ ഈ ആലോചിക്കണായിരുന്നു കുറച്ച് ഇങ്ങനത്തെയൊക്കെ ചെയ്താലോ. കുറച്ചേ നമുക്ക് ഇങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലീഫൊക്കെ നമുക്ക് മുട്ട വറക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒക്കെ സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാലോ. നല്ല ലീഫാണ് കേട്ടാ. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചിരിക്കണേന്ന്. ചെയ്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് നേരത്തെ വരാമെന്ന് പോയതാണ് കേട്ടാ. വാ പോവാ. ഈ പ്ലാന്റ് ഒക്കെ ഇതാണ് കേട്ടോ മദർ പ്ലാന്റ്. ഇതിന്ന് ഞാൻ കൊറേ ഉണ്ടാക്കി കാണിച്ചത്. ഇത് എന്താ ഇതിന്ന് ഉണ്ടാക്കി, ഇതാ ഇത്ര ഉണ്ടാക്കി. ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട്, കാണിച്ചു തരാവേ. ഇതെന്താ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇനിയും കുറെയൊക്കെ ചെയ്യാനുണ്ട് നമുക്ക്. ഇനി ചിക്കൻ കറി അല്ല ചിക്കൻ ഫ്രൈ എന്തായി നോക്കിട്ട് തരാം. അല്ലെങ്കിൽ ചിലപ്പോ അത് കരിഞ്ഞാലോ. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേതു എണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇതൊക്കെ ഓൾറെഡി ഇത് പറഞ്ഞില്ലേ, അതും കൂടി കാണിച്ചു തന്നെ. ഇത്ര ഉള്ളൂട്ടാ കറി. അപ്പം ഞാൻ ചോറ് വേണ്ടട്ടെ.